പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് വരുന്നത്. ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ചേലക്കര പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകൾ, ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നുള്ള ഒരു ചർച്ച കേരളത്തിൽ പൊതുവെ തുടങ്ങിക്കഴിഞ്ഞു. UDFന്റെ ഭാഗത്ത് നിന്ന് ചേലക്കരയിൽ രമ്യ ഹരിദാസ് മത്സരിക്കും എന്നാണ് ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്നത്. പാലക്കാടിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കെ മുരളീധരൻ അവിടേക്ക് വരുമോ എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന പുതിയ ഒരു കാര്യമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സംഘപരിവാറിന്റെ ശക്തമായ ഒരു വെല്ലുവിളി രൂപപ്പെട്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടിയിട്ട് നേമത്തേതുപോലെ വട്ടിയൂർക്കാവിലേതുപോലെ കെ മുരളീധരന്റെ വരവും ഒരുപാട് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നുള്ളത്. വയനാട് പ്രിയങ്ക ഗാന്ധി എത്തും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അവസാന നിമിഷത്തിൽ ഇനി എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നുള്ളത് പിന്നീട് കാണേണ്ട കാര്യമാണ്. ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള മത്സരത്തിൽ മുരളീധരൻ തീർച്ചയായും ഇല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ക്യാമ്പിന്റെ ഉള്ളിലെ യുവതലമുറക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കേരളത്തിൽ വിജയ പ്രതീക്ഷയുള്ള തങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ത്യാഗപൂർണമായ സംഘടനാ പാഠങ്ങളിലൂടെയും ആ സമര പോരാട്ടങ്ങളിലെയും രൂപപ്പെടുത്തിയെടുത്ത കോൺഗ്രസിന്റെ സംസ്കാരം നിലനിൽക്കുന്ന ഈ ഇടത്ത് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിലെ യുവരക്തങ്ങളെ ചുടിപ്പിക്കുന്നുണ്ട്. പുറത്തു പറയാനാകുന്നില്ല എന്ന് മാത്രം. പല സ്ഥാനാർത്ഥി മോഹികളുടെയും കുപ്പായം അതേപടി പെട്ടിയിൽ തന്നെ വെക്കേണ്ട അവസ്ഥയാണ് വീണ്ടും ഉണ്ടായത്. രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ വിജയിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ട്രയലും ഒക്കെ നടത്തിയിരുന്നു. അവരുടെ കുപ്പായമൊക്കെ അടിച്ചു വെക്കുന്ന പണിയും പൂർത്തിയാക്കിയതാണ്. പക്ഷേ ആ ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധിയാകും ഇവിടെ വരിക എന്ന ചിത്രം രൂപപ്പെടുത്തിയത്. പക്ഷേ ഇത് അട്ടിമറിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ ഇടയിലുണ്ട്. സീറ്റുകളുടെ ചർച്ചയും ഒപ്പം തന്നെ പലരുടെയും അടിപിടിയും കടിപിടിയും ഒക്കെ ഒഴിവാക്കാൻ പ്രിയങ്ക വരുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്ന കിഴവൻ നേതൃത്വങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കും എന്നാണ് ഭൂരിപക്ഷമായി കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത്. എന്തായാലും അതിന്റെ മാറ്റങ്ങളും മറ്റുമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കും. ഏതായാലും ചേലക്കരയിൽ രമ്യ ഹരിദാസ് തന്നെയാകും സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായ പ്രതീതിയാണ് പ്രവർത്തകരിൽ നിന്നും മറ്റുമൊക്കെ അനുമാനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാലക്കാടിനെ സംബന്ധിച്ച് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ പേരുകളിൽ ഒരുപക്ഷെ ഫൈനൽ റൗണ്ടിൽ എത്തിച്ചേരുക കെ മുരളീധരന്റെ പേര് തന്നെ ആയേക്കാം. ഏതായാലും കാത്തിരിക്കാം, കാണാം. എന്തായാലും ഇടത് വലത് മുന്നണികളോട് നമുക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. പാലക്കാടും ചേലക്കരയും 2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ബഹുമാനായ രാധാകൃഷ്ണൻ അവരുടേതാണ്. 2 പാലക്കാട് MP ആയി പോയിട്ടുള്ള MLA ഷാഫിയുടേതാണ്. ഈ 2 മണ്ഡലങ്ങളിലും UDFും LDFും പരസ്പരമായ ഒരു ധാരണയോടെ മത്സരിച്ചാൽ സംഘപരിവാറിന് ഈ നിയമസഭയിൽ ഇടം നൽകാതെ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ക്യാമ്പുകൾ മതേതര ചേരിക്ക് വേണ്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യ തെരഞ്ഞെടുപ്പായി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ രൂപപ്പെടുത്താൻ കഴിയുമോ എന്നത് AKG സെന്ററും ഇന്ദിരാഭവനുമൊക്കെ ഒരു ഗൗരവമായ ആലോചന നടത്തണമെന്ന് മാത്രമാണ് ഇന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്. ഏതായാലും മതേതര ചേരിയുടെ ജനാധിപത്യ വിശ്വാസത്തിന്റെ പ്രൗഢോജ്വലമായ അടിത്തറയുള്ള ഒരു സംസ്ഥാനം എന്ന ഖ്യാതി കോട്ടം തട്ടാതെ, ഉലച്ചിൽ തട്ടാതെ വീണ്ടും സംരക്ഷിക്കപ്പെടാൻ, വീണ്ടും ചർച്ചയാക്കപ്പെടാൻ പാലക്കാടും ചേലക്കരയിലും നമ്മുടെ മതേതര ജനാധിപത്യ ചേരികളിലെ ജനപ്രതിനിധികൾ തന്നെ നിയമസഭയിലേക്ക് പോകട്ടെ. വെറുപ്പില്ലാത്ത നന്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുന്ന സാഹചര്യം പാലക്കാട്ടെയും ചേലക്കരയിലെയും ജനങ്ങൾ ഒരുക്കണം എന്ന് ആ 2 നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് വരാം. അതുവരെ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രത്യേകമായി. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നോർത്തിക്കൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.